കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഗായത്രി ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ സുധീഷ് അവിടെ ഇരുന്ന ബൊക്കയിൽ നിന്ന് ഒരു റോസ് എടുത്ത് അവളുടെ നേരെ നീട്ടുകയാ. അത് സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് അവളും പ്രേമിക്കുന്നവർക്ക് പനിനീർ പൂവിനേക്കാളും വലിയൊരു സമ്മാനമുണ്ടോ എന്ന് ചോദിക്കുക. അതുകൾക്ക് സുധീഷും അയ്യോ ഇതിന് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടോ, നാശം, എന്റെ ഒരു കാര്യം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ മനസ്സിൽ പരിഭ്രമത്തോടെ ചിന്തിച്ചു നിൽപ്പാ അവനും. അപ്പോഴേക്കും ഗായത്രിയുടെ ഒരു ഫ്രണ്ട് സെൽഫി എടുക്കാനായി വിളിക്കുകയാണ്. സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത് സുധീഷിന്റെ കയ്യിൽ കൊരുത്തു പിടിച്ച് നിൽപ്പാ ഗായത്രിയും. അത് കണ്ട് അവനും പരിഭ്രമത്തോടെ വണ്ടി റൂട്ട് മാറി ഓടുകയാണല്ലോ ഭഗവാനെ, കുഴപ്പമായോ എന്ന് മനസ്സിലോർത്ത് അസ്വസ്ഥതയോടെ നിൽക്കുമ്പോഴേക്കും ഒന്ന് ചിരിക്കു ബ്രോ എന്നവളുടെ ഫ്രണ്ട് പറയുകയാണ്. അവൻ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി നിൽക്കുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നോക്കട്ടെ ഫോട്ടോ എന്ന് പറഞ്ഞ് അവൾ ആ മൊബൈൽ പിടിച്ചു വാങ്ങി നോക്കുമ്പോഴേക്കും കൈവിട് എന്നിട്ട് നോക്കിയാ പോരെന്ന് പറഞ്ഞ സുധീഷ് അവളുടെ തന്റെ കയ്യിലെ പിടിപിടിക്കുക. അവളുടെ ബോയ് ഫ്രണ്ട്സ് കമോൺ ബ്രോ ലെറ്റ്സ് എൻജോയ് എന്ന് പറയേ അയ്യോ വേണ്ട നിങ്ങളായിക്കോ എന്ന് സുധീഷും. അവന്റെ മറുപടി കേട്ട് ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് അവൾ വീണ്ടും സുധീഷിന്റെ കയ്യിൽ കൊരുത്തു പിടിക്കുക. അട്ട പിടിക്കുന്നത് പോലെയാണല്ലോ ദൈവമേ എന്നവനും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗായത്രിയുടെ ഫ്രണ്ട് നിങ്ങളിൽ ആരാദ്യം ലവ് തുറന്നു പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. അത് കേൾക്കെ ഗായത്രിയും സന്തോഷത്തോടെ ആദ്യം പറഞ്ഞത് ഞാനാ, സുധീഷ് അപ്പ തന്നെ സമ്മതിച്ചു എന്നവൾ പറയുന്നവൾക്ക് ഞാനോ എപ്പോ എന്നവൻ പരിഭ്രമത്തോടെ മനസ്സിലോർക്കുന്നുണ്ട്. അവർ വീണ്ടും അവരുടെ ലവ് സ്റ്റോറി പറയാനായി പറയുന്നുണ്ട്. ഗായത്രിയും ആവേശത്തോടു കൂടി അത് പറയാനായി തുടങ്ങുകയാണ്. ആദ്യമൊക്കെ ഞാൻ സുധീഷിന്റെ വണ്ടിയിൽ യാത്ര പോകുമായിരുന്നു. സുധീഷ് വെറുതെ ഇരിക്കില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കും, ശരിക്കും ജോളി. ഒരു ദിവസം ഞാൻ സുധീഷിന്റെ കാറിൽ എന്റെ ഫോൺ മറന്നുവെച്ചു. വേറെ ആരായാലും അത് ആക്സസ് ചെയ്യാനോ അടിച്ചു മാറ്റാനോ നോക്കും. സുധീഷ് അത് കൃത്യമായി എന്നെ ഇറക്കി വിട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നു. അന്ന് മുതലാ ശരിക്കും എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയത് എന്നവൾ പറയുന്നതെല്ലാം കേട്ട് എന്റെ ഭഗവാനെ ഇതൊക്കെ ഞാൻ ചെയ്തതാണോ, നിന്റെ നാവാടാ കാരണം നാവേ എന്നവൻ ടെൻഷനോടെ മനസ്സിലോർക്കുകയാണ്. പിന്നെ കുറെ കാലം ഏകദേശം ഒരു മാസം ഞാൻ സുധീഷിനെ കണ്ടിട്ടില്ല. പിന്നെ അനിയൻ മുഖേനയാ വീണ്ടും കണക്ട് ചെയ്തത്. അന്ന് മുതൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് മീറ്റ് ചെയ്യും. രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ ആൾ അവിടെ റെഡിയാ. ബസ് സ്റ്റോപ്പിൽ സുധീഷിന്റെ ആന്റിയും ബ്രദറും ഒക്കെ ഉണ്ടാവും. എന്നാലും സുധീഷ് എന്നോട് സംസാരിക്കും എന്നവൾ പറയുന്നത് കേട്ട് ആന്റിയോ നിധിയോ ഈശ്വര അവൾ അറിഞ്ഞാ കൊല്ലുമെന്ന് സുധീഷും മനസ്സിൽ പിറുവിറുക്കുകയാ. അപ്പോഴാണ് ഗായത്രിയുടെ ഫ്രണ്ട് ബ്രോ ഗായത്രിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായതെന്ന് ചോദിക്കുന്നത്. അപ്പോഴേക്കും സുധീഷ് ആകെ പരിഭ്രമത്തോടെ വീർക്കാനായി തുടങ്ങിയിരുന്നു. ടെൻഷനോടെയുള്ള അവന്റെ നിൽപ്പ് കണ്ട് എന്താ ഞാൻ തെറ്റായ എന്തെങ്കിലും ചോദിച്ചോ എന്നവളുടെ ഫ്രണ്ടും ചോദിക്കുന്നുണ്ട്. എന്താ സുധീഷ് എന്ന് ഗായത്രിയും ചോദിക്കുന്നുണ്ട്. നാണിക്കാതെ പറ എന്ന് അവളുടെ ഒരു ഫ്രണ്ടും പറയുകയാ. അസ്വസ്ഥതയോടുള്ള അവന്റെ നിൽപ്പ് കണ്ട് എന്തു പറ്റി സുധീഷേ എന്ന് ഗായത്രി ചോദിക്കുക. അതെ ഒന്ന് കൈവിടാൻ പറ്റുമോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞവൾ വീണ്ടും സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാ. അതെ എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം എന്നവൻ കള്ളം പറയേ. അതാണോ ഓക്കെ എന്ന് പറഞ്ഞവൾ സുധീഷിന്റെ കയ്യിലെ പിടിവിടുമ്പോഴേക്കും അവൻ നൈസായി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഗായത്രി അപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്ത് ഫ്രണ്ട്സിനെല്ലാം കൊടുക്കുന്ന തിരക്കിലായിരുന്നു. സുധീഷ് പെട്ടെന്ന് ഇവിടെ നിറങ്ങി തന്റെ ബൈക്കിലേക്ക് വന്ന് കയറി. വരുത്തി വെച്ചതാടാ, നീ വരുത്തി വെച്ചതാ, 1000 തവണ എല്ലാരും പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. അപ്പൊ നിനക്ക് നിധിയെ പൊസസീവ് ആക്കണം, പോടാ കഴുതേ എന്നൊക്കെ സ്വയം പറഞ്ഞവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഗായത്രി അവന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നത് ഗായത്രിയാണെന്ന് കണ്ട് സുധീഷ് ആ കോൾ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പോവുകയാണ്. അവിടെ സുഭാഷും കൂട്ടരും ഫുഡ് കഴിക്കാനായി തുടങ്ങിയിരുന്നു. കഴിക്കുന്നതിനിടയിൽ ബാക്കി വന്ന ഓംലെറ്റ് കണ്ട് സുഭാഷ് ഏട്ടാ ആ ഓംലെറ്റ് ഞാൻ എടുത്തോട്ടെ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അത് സുധീഷിന് വേണ്ടി മാറ്റിവെച്ചതാ, വേറെ മുട്ടയുമില്ല എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. അല്ല സുധീഷ് ഏട്ടൻ പുറത്തുപോയി കഴിച്ചിട്ടല്ലേ വരൂ എന്ന് ഹരീഷ് ചോദിക്കെ. സാറ് ബർത്ത്ഡേ ഫംഗ്ഷന് പോയിരിക്കല്ലേ, അവിടുന്ന് കഴിക്കട്ടെ എന്ന് നിധിയും പറയുന്നു. ഇനി വന്നിട്ടെങ്ങാനും ഫുഡ് ചോദിച്ചാലോ, ഇന്നാ നീ എന്റെ എടുത്തോന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ നികേഷിന് നേരെ നീട്ടുന്നുണ്ട്. അയ്യോ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ, അത് വേസ്റ്റ് ആവേണ്ടെന്ന് കരുതി പറഞ്ഞതാണെന്ന് നികേഷ്. നീ എടുത്തോടാ എന്ന് പറഞ്ഞ് തന്റെ പ്ലേറ്റിലുള്ള ഓംലെറ്റ് അവൻ ഇട്ട് കൊടുക്കുകയാ സുഭാഷ് ഏട്ടൻ. അപ്പോഴേക്കും സുധീഷിന്റെ ബൈക്ക് വരുന്ന ശബ്ദം കേട്ട് ആ സാർ എത്തിയല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുധീഷ് അങ്ങോട്ട് കയറി വന്ന് ഡിന്നർ ടൈം, ആഹാ കറക്റ്റ് സമയത്താണല്ലോ ഞാൻ എത്തിയത് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഇരിക്കുമ്പോഴേക്കും കഴിച്ചില്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല കഴിക്കണം എന്ന് പറഞ്ഞവൻ പ്ലേറ്റ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡാഡാ പോയി കൈ കഴുകിയിട്ട് വാ എന്ന് സുഭാഷ് ഏട്ടൻ വഴക്ക് പറയുന്നുണ്ട്. ഷോ മറന്നുപോയി എന്ന് പറഞ്ഞ് സുധീഷ് എഴുന്നേറ്റ് കൈ കഴുകാനായി പോവുകയാണ്. കൈ കഴുകുന്ന സുധീഷ് ദോശയും ചട്നിയും ഓംലെറ്റും എല്ലാം എടുത്ത് ആർത്തിയോടെ വാരിവലിച്ചു കഴിക്കുന്നത് കണ്ട് എല്ലാവരും അമ്പരപ്പോടെ അവനെ തന്നെ നോക്കിയിരിപ്പാം. സ്പീഡിൽ കഴിച്ച് അവന് നെറുകിൽ കയറുമ്പോഴേക്കും വെള്ളം കുടിക്കുന്ന നികേഷും പറയുന്നുണ്ട്. അവൻ വെള്ളമെടുത്ത് കുടിക്കുമ്പോഴാണ് എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് അവൻ കാണുന്നത്. ഇതെന്താ എല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നത് എന്നവൻ ചോദിക്കേ നിധിയും ചോദിക്കുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടിക്കല്ലേ പോയത്, ഗായൂസ് ബർത്ത്ഡേ എന്ന് നികേഷും ഓർമ്മിപ്പിക്കുക. എന്നിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ലേ എന്ന് നിധി ചോദിക്കുക. അവനും പരങ്ങളോടെ അവിടെ എല്ലാം ഉണ്ടായിരുന്നു, കേക്ക് സ്നാക്സ് ജ്യൂസ് ഷേക്ക് എല്ലാം ഉണ്ടായിരുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഫുഡിന്റെ സമയമായപ്പോ തരാണ്ട് ഇറക്കി വിട്ടോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നികേഷ് പൊട്ടിച്ചിരിക്കുക.
സുധീഷും പറയുന്നുണ്ട്, അല്ല എന്റെ വീട്ടിൽ മഹാനായ ഒരു ഷെഫ് ഉണ്ട്, ആളുണ്ടാക്കുന്ന ദോശയെ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് കഴിക്കാതിങ്ങ് പോന്നു എന്നവൻ പറയുന്നവൾക്ക് അത്രയ്ക്ക് സ്നേഹമുള്ള ആളൊന്നുമല്ല സുധീഷേട്ടൻ എന്ന് ഹരീഷും പറയുകയാണ്. ഡാ ഹരീഷേ, ഞാൻ മനഃപൂർവ്വം കഴിക്കാതെ വന്നതാടാ എന്ന് സുധീഷ് പറയേ. ഡാടാ അവൻ കഴിക്കട്ടെ, നീ മിണ്ടാതിരിക്കുന്ന സുഭാഷേട്ടൻ അവനെ വഴക്കു പറയുന്നുണ്ട്. അപ്പോഴാണ് തറയിൽ വെച്ച് അവന്റെ മൊബൈലിലേക്ക് ഗായത്രിയുടെ കോൾ വരുന്നത്. നിധിയും അത് ശ്രദ്ധിക്കുക. ഗായത്രിയുടെ കോളാണെന്ന് കണ്ട് അവൻ ആ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും ഗായു ആവും എടുക്ക് എന്ന് നികേഷും പറയുന്നുണ്ട്. ആണെങ്കിൽ നിനക്കെന്താ എന്ന് സുധീഷ് ചോദിക്കേ. എന്താ സംസാരിക്കുന്നില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ശെടാ, മനുഷ്യന് ഭക്ഷണം കഴിക്കാനും കുറച്ച് സ്വൈര്യം തരില്ലേ, എന്താ ഇത് എന്ന് സുധീഷ് പറയേ. സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. എടാ, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു, ഈ ഗായു എന്ന് പറഞ്ഞ എന്താ? അത് കേട്ട് നികേഷും, അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ചേട്ടാ, ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി ഗായത്രി, അവളുടെ ബർത്ത്ഡേക്ക് പോയിട്ടാ സുധീഷ് ഏട്ടൻ വരുന്നത് എന്ന് പറയേ. സുഭാഷ് ഏട്ടൻ ചോദിക്കുക, എന്തിനാണ് ആവശ്യമില്ലാത്തിടത്തൊക്കെ വലിഞ്ഞു കയറി ചെല്ലുന്നത്? ബർത്ത്ഡേക്ക് വിളിച്ചു പോയി അല്ലേ, അത്രേ ഉള്ളൂ എന്ന് നികേഷും പറയുക. സുധീഷും മറുപടി ഒന്നും പറയാതെ ടെൻഷനോടെ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഗായത്രിയുടെ കോൾ വരികയാണ്. ഏട്ടാ, പിന്നെയും ഗായു എടുത്ത് സംസാരിക്കുന്ന നികേഷും. എന്തിനാണ് അവൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അതെ, ഞാൻ കഴിക്കാതെ പോയത് എന്താണെന്നറിയാൻ വിളിച്ചോണ്ടിരിക്കുന്നതായിരിക്കുമെന്ന് സുധീഷും. അതെ, ഫോൺ എടുത്ത് കാര്യം പറഞ്ഞൂടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുധീഷേട്ടാ എന്ന് ഹരീഷും ചോദിക്കുക. പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സുധീഷ് വെപ്രാളത്തോടെ കഴിക്കുന്നത് നിധിയും ശ്രദ്ധിച്ചിരിക്കുക. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഫോൺ എടുത്താൽ എന്താ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുക. എടാ, ഞാൻ കഴിച്ചോണ്ടിരിക്കുകയല്ലേ, അതിന്റെ ഇടയിൽ ഫോൺ എടുക്കണോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാത്ത ആളൊന്നുമല്ലല്ലോ സുധീഷേട്ടൻ, എന്തോ ഉണ്ട് പറയാത്തതാ എന്ന് വെപ്രാളത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനെ നോക്കി ഹരീഷ് പറയുക. സുഭാഷും നിധിയുമെല്ലാം അവൻ കഴിക്കുന്നതും ശ്രദ്ധിച്ചിരിപ്പാ. അവൻ കഴിക്കട്ടെ എന്ന് സുഭാഷ് ഹരീഷിനെ വഴക്കു പറയേ. കഴിക്ക് എന്ന് ഹരീഷും. എല്ലാരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണല്ലോ എന്ന് വെപ്രാളത്തോടെ കഴിച്ചുകൊണ്ട് സുധീഷും പറയുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്ന നിധി ഒരു നിമിഷം തിരിഞ്ഞെന്ന് സുധീഷിനെ ഒന്ന് നോക്കി അവിടുന്ന് പോവുകയാണ്. രാവിലെ സുഭാഷേട്ടൻ അടുക്കളയിൽ പാചകത്തിലായിരുന്നു. നിധിയും അവിടെ സുഭാഷേട്ടനെ സഹായിക്കുകയാണ്. അപ്പോഴാണ് നികേഷ് അങ്ങോട്ട് വന്ന് സുഭാഷേട്ടാന്ന് വിളിച്ച് പുറകിലൂടെ കെട്ടിപ്പിടിക്കുന്നത്. അത് കണ്ട് സുഭാഷേട്ടനും എന്താടാ എന്ന് ചോദിക്കേ. ഒന്നുമില്ലെന്ന് നികേഷും. റിസൾട്ട് വല്ലതും പൊട്ടിയോടാ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. എന്ത് സുഭാഷേട്ട ഇത്? സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച ഇങ്ങനെ അപമാനിക്കുകയാണോ വേണ്ടത്? പോ സുഭാഷേട്ട എന്ന് പറഞ്ഞവൻ പരിഭവത്തോടെ ഇരിക്കുമ്പോഴാണ് നിധിയുടെ ചാർജിലിട്ട മൊബൈൽ റിംഗ് ചെയ്യുന്നത്. അവൾ പോയി നോക്കുമ്പോഴേക്കും ദിവ്യയുടെ കോളായിരുന്നു അത്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഉമ്മറത്തേക്ക് വരികയാ. ഇല്ല, കുറച്ചു കഴിയുമ്പോൾ ഇറങ്ങും, പ്ലാൻ പെൻഡ്രൈവിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. ശരിയെന്ന് പറഞ്ഞ് അവൾ കോൾ വെക്കുമ്പോഴാണ് ഉമ്മറത്തെ കട്ടിലിൽ പുതച്ചു മൂടി കിടന്ന് ചുമയ്ക്കുന്ന അച്ഛനെ ശ്രദ്ധിക്കുന്നത്. അവൾ സംശയത്തോടെ അച്ഛനെ നോക്കി നിൽക്കുമ്പോഴാണ് സുധീഷ് പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വരുന്നത്. അവളോട് എന്താ എന്ന് സുധീഷ് ചോദിക്കേ. അച്ഛനെ നോക്കി എണീക്കേണ്ട സമയമായല്ലോ, ഇനി വല്ല വയ്യായികയുമുണ്ടോ എന്നവൾ ചോദിക്കുക. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നല്ലോ, രാത്രി മുഴുവൻ നല്ല കീറായിരുന്നിരിക്കും, തല പൊന്തണ്ടേ? എടോ, താൻ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട, താൻ വാ നടക്കുന്ന സുധീഷ് പറയെ. നിധി അകത്തേക്ക് കയറി പോവുകയാണ്. അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നികേഷ് സുഭാഷ് ഏട്ടനോടായി ചോദിക്കുന്നുണ്ട്. ദോശ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നവൾക്ക് എന്നും രാവിലെ ദോശ തന്നെയല്ലേ, പറയുന്നത് കേട്ടാത്തൊന്നും വെറൈറ്റി ഐറ്റംസ് ആണെന്ന് എന്ന് സുധീഷ് കളിയാക്കുകയാ. അത് കേട്ട് നിധിയും വെറൈറ്റി വേണമെങ്കിലേ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുക. സുധീഷും ചമ്മലോടെ അങ്ങനെയല്ല നിധി, ദോശ എനിക്ക് ഓക്കെയാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല എന്നവൻ പറയേ. സുഭാഷും അങ്ങനെ വഴിക്കുവാ എന്നവനോടായി പറയുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താണെന്ന് നികേഷ് ചോദിക്കുന്നത്. സാമ്പാർ ആലു ഫ്രൈ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നവൾക്ക് എന്തോന്ന് എന്ന് സുധീഷ്. ആലു ഉരുളക്കിഴങ്ങ് എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. കേട്ടല്ലോ സുധീഷ് ഏട്ടാ, ആലു ഫ്രൈ എന്ന് ചിരിയോടെ അവനെ കളിയാക്കുകയാ നികേഷ്. ഓ, ആലു ഫ്രൈ അങ്ങനെ എന്ന് സുധീഷും ചിരിയോടെ പറയുന്നു. ഹരീഷ് അങ്ങോട്ട് വരുമ്പോഴേക്കും ഹരീഷ് ഏട്ടാ, ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഫുഡ് എന്നറിയാമോ എന്ന് നികേഷ് ചോദിക്കുക. എന്താ വെറൈറ്റി ആണോ എന്ന് ഹരീഷ് ചോദിക്കേ. പിന്നെ ചോറ്, സാമ്പാർ, പിന്നെ ആലു ഫ്രൈ എന്നവൻ പറയേ. ആലു ഫ്രൈയാ എന്ന് ഹരീഷും ചോദിക്കുക. അതെ, കേട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങ് ഉപ്പേരി എന്ന് നികേഷും കളിയാക്കി പറയുന്നുണ്ട്. എടാ സുഭാഷേട്ടൻ ഇപ്പോ ഭയങ്കര ഹിന്ദിയാണല്ലേ എന്ന് സുധീഷ് ചോദിക്കെ. എഴുന്നേറ്റ് പോടാ അവിടുന്ന് എന്നവനെ വഴക്ക് പറഞ്ഞ് ദേഷ്യത്തോടെ സുഭാഷ് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് അവനെ പിടിച്ച് നിർത്തുകയാണ്. ഉരുളക്കിഴങ്ങ് മുറിച്ച കത്തിയും കയ്യിൽ പിടിച്ച് എടാ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്ന് സുഭാഷേട്ടൻ പറയേ. ഈ കത്തിയും കൊണ്ടാണോ ജോലിക്ക് പോകുന്നത്? എന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് ഹരീഷ് ചോദിക്കെ. ആലു ഫ്രൈ ഉണ്ടാക്കാൻ എന്ന് നികേഷ് കളിയാക്കിയത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാ. വിടടാ, സുഭാഷ് ഏട്ടൻ ഇത്തിരി ജോളിയായിട്ടിരിക്കട്ടെ എന്ന് സുധീഷും ചിരിയോടെ പറയും. ജോളി ആയിക്കോട്ടെ, പക്ഷെ ആലുവിൽ നിർത്തണം, വേറെ ഒന്ന് പറഞ്ഞ് ചുറ്റിക്കണ്ടിരുന്നാ മതി എന്ന് നികേഷും പറയുന്നു. കൊല്ലും നിന്നെ ഞാൻ എന്ന് സുഭാഷ് നികേഷിനോടായി പറയുന്നവൾക്ക് ആലു ഫ്രൈ ഉണ്ടാക്കാനാണോ എന്ന് സുധീഷും ചോദിക്കുക. എടാ ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് സുഭാഷ് ചോദിക്കുക. അപ്പോ ഇന്നത് ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് ഹരീഷും ചോദിക്കുക. ഓ, ഇതാണ് ആലു ഫ്രൈ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ കാണിച്ചു കൊടുക്കേ. ദേ ഇപ്പോഴും ഉരുളക്കിഴങ്ങ് വായിന്ന് വന്നില്ല. ആലുല്ലേ എന്ന് ചോദിച്ച് നികേഷ് സുഭാഷിനെ ഇക്കിളിയാക്കുകയാ.
അപ്പോഴാണ് അച്ഛൻ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടതോടെ നിധി അച്ഛന്റെ അരിയിലേക്ക് പോകുന്നത്. അവൾ ഉമ്മറത്തേക്ക് ചെന്ന് പുതച്ചു മൂടിക്കിടക്കുന്ന അച്ഛനെ വിളിച്ച് നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോഴേക്കും നല്ല പൊള്ളുന്നുണ്ടല്ലോ എന്ന് പിറുപിറുത്ത് സുഭാഷ് ഏട്ടാന്ന് നീട്ടി വിളിക്കുക. വാട എന്ന് വിളിച്ച് സുഭാഷും അടുക്കളയിൽ നിന്ന് പോകുമ്പോഴേക്കും എന്തോ അത്യാവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നികേഷും സുഭാഷ് ഏട്ടന്റെ പുറകെ ചെല്ലുക. എന്താ മോളെന്ന് ചോദിച്ച് സുഭാഷ് ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും അച്ഛന് നല്ല പനിയുണ്ട് എന്നവൾ പറയുന്നവൾക്ക് സുഭാഷും അച്ഛന്റെ നെറ്റിയിൽ തൊട്ട് നോക്കുക. പനി എത്രയുണ്ടെന്നറിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് നിധി പറയുന്നുണ്ട്. അങ്ങോട്ട് വന്ന സുധീഷ് അത് കേട്ട് അതിന് നമ്മുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഇല്ലല്ലോ എന്ന് ചോദിക്കേ. അയ്യോ തെർമോമീറ്റർ എന്ന് നിധിയും പറയുന്നു. ഇവിടെ അതൊന്നുമില്ല എന്ന് സുഭാഷേട്ടൻ പറയേ. എന്നാ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കേ. സുഭാഷ് അത് സമ്മതിക്കുക. നിധി അച്ഛനെ വിളിച്ച് അച്ഛാ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് ചോദിക്കേ. വേണ്ടെന്ന് അച്ഛൻ പറയുക. അച്ഛാ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും വിളിക്കേ. ഏയ് അതൊക്കെ അങ്ങ് മാറിക്കോളുമെന്ന് അച്ഛനും. ഗുളിക എന്തേലും മുറിയിലുണ്ടോ എന്ന് നിധി ചോദിക്കേ. ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് കയറി പോവുകയാണ്. പുറകെ നിധിയും കൂട്ടരും ഹാളിലേക്ക് ചെല്ലുന്നുണ്ട്. എടോ അത് മാറിക്കോളൂട്ടോ താൻ വെറുതെ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളോട് ചോദിച്ചോ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടെ നിൽപ്പ. സുഭാഷ് ഗുളിക കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവൾ അതിന്ന് തെരഞ്ഞെടുത്ത് ഇത് മതി എന്തേലും കഴിക്കാൻ കൊടുത്തിട്ട് കൊടുക്കാം എന്നവൾ പറയുമ്പോഴേക്കും കോളേജിൽ പോവാൻ റെഡിയായി നികേഷും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന സുധീഷിനെ ശ്രദ്ധിച്ചവൾ നികേഷിനോടായി പറയുന്നുണ്ട്. എന്താ നികേഷേ ഇന്ന് വണ്ടി ബസ് സ്റ്റോപ്പിൽ പോവാതെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ എന്ന് എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷ് ഏട്ടനോട് തന്നെയാ എന്ന് നികേഷും. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ സീൻ ഇടാൻ പോവാറുള്ളതല്ലേ എന്താ ഇവിടെ ഇരിക്കണേന്ന് ഹരീഷും പറയുക. എടാ അവൾ ഇന്ന് ലീവാന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതാ പോവാത്തെ. നമുക്ക് വേണ്ട ആളവിടെ വരാതെ പിന്നെ നമ്മൾ എന്തിനാ പോകുന്നേ എന്ന് സുധീഷും പറയും. ഈ വണ്ടി അധികം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് നികേഷും. എടാ ചെറുക്ക കോളേജിൽ പോവാറായില്ലേ പോവാൻ നോക്ക് ചെല്ല് എന്ന് പറഞ്ഞ് സുധീഷ് അവനെ വഴക്ക് പറയുക. ഓ ഞാൻ പൊക്കോളാം എന്ന് നികേഷ്. സുഭാഷ് അവനുള്ള കാശ് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും എടുത്തി പോയാലോ എന്നവൻ നിധിയോടായി ചോദിക്കുക. ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയും പിന്നീട് ഓഫീസിൽ പോവാൻ റെഡിയായി ബാഗുമെടുത്തിറങ്ങുന്ന അവൾ അച്ഛനുള്ള കഞ്ഞിയുമായി ഉമ്മറത്തേക്ക് വന്ന് അവിടെ ഒരിടത്ത് വെച്ച് അച്ഛനെ വിളിച്ച് അച്ഛാ ദേ കഞ്ഞി വെച്ചിട്ടുണ്ട് അത് കുടിച്ചിട്ട് മറക്കാതെ ഗുളിക കഴിക്കണം എന്ന് പറയേ. ഉവെന്ന് അച്ഛനും സമ്മതിക്കുക. അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് വന്ന് കഞ്ഞി കൊടുത്തു എന്ന് ചോദിക്കുന്നു. ആ എന്ന് നിധി പറയേ. മോള് പോയിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് സുഭാഷ് ഏട്ടൻ. ഗുളിക കഴിക്കാൻ മറക്കരുത് കേട്ടല്ലോ എന്ന് അച്ഛനെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവൾ നികേഷിനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. കഞ്ഞി കുടിച്ചാലോ അച്ഛ എന്ന് ചോദിച്ച് സുഭാഷ് അച്ഛനെ എഴുന്നേൽപ്പിച്ചിരുത്തി കഞ്ഞി എടുക്കുമ്പോഴേക്കും അച്ഛൻ ഗുളിക എടുത്തു കഴിക്കുക. അച്ഛ കഞ്ഞി കുടിച്ചിട്ട് കഴിക്കുന്ന സുഭാഷ് പറയുന്നുണ്ടെങ്കിലും ഗുളികയും കഴിച്ച അച്ഛൻ വീണ്ടും പുതച്ചു മൂടി കിടക്കുക. അച്ഛനെ ഒരു നിമിഷം നോക്കി നിന്ന് സുഭാഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. സുധീഷ് ടാക്സി ഓടിക്കുന്നതിനിടയിൽ വീണ്ടും ഗായത്രിയുടെ കോൾ വരിക. ഗായത്രിയാണെന്ന് കണ്ട് അവൻ ആ കോൾ കട്ട് ചെയ്യുകയാണ്. അവന്റെ ടാക്സിയിലുണ്ടായിരുന്ന കസ്റ്റമറും അവനോട് സംസാരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റിലാണ് ഇപ്പോ ഏറ്റവും വലിയ ഫ്രോഡ് അല്ലേ സുധീഷേ എന്നയാൾ ചോദിക്കേ. ഫ്രോഡ് എല്ലാത്തിലും ഉണ്ട് സാറേ നമുക്ക് സംഭവിക്കുമ്പോഴേ അത് ഏതെല്ലാം മേഖലകളിലാണെന്ന് മനസ്സിലാവൂ എന്ന് മാത്രം എന്ന് സുധീഷും പറയുന്നുണ്ട്. ശരിയാ 10% ഡൗൺ പേയ്മെന്റ് ബാക്കി ലോണെന്നും പറഞ്ഞ ഒരു ഫ്ലാറ്റ് മേടിച്ചത് ഇപ്പോ വാങ്ങിച്ച വിലയുടെ 4 ഇരട്ടി ബാങ്കിൽ അടച്ചു. വിൽക്കാൻ നോക്കുമ്പോ വാങ്ങിച്ച വില പോലുമില്ല. ആ സമയത്ത് ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അല്ല സ്വന്തമായിട്ടൊരു ട്രാവൽസ് ആരംഭിക്കണമെന്ന് പറഞ്ഞില്ലേ അതെന്തായി എന്നയാൾ വീണ്ടും ചോദിക്കുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈലിലേക്ക് ഗായത്രിയുടെ കോൾ വരുന്നുണ്ട്. അവൻ ആ കോൾ കട്ട് ചെയ്ത് ചെയ്യണം സാറേ കുറച്ചധികം കാശ് വേണേ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചു എന്ന് സുധീഷ് പറയുമ്പോൾ ഓ ഇപ്പൊ ബിസിനസ്സാ നല്ലത് ഒന്ന് ക്ലച്ച് പിടിച്ച എല്ലാ കാലത്തും ലാഭമാ മാസ ശമ്പളം കൊണ്ട് ഒന്നിനും തികയില്ല എന്നയാൾ പറയുമ്പോഴേക്കും വീണ്ടും ഗായത്രിയുടെ കോൾ വരികയും സുധീഷ് അത് കട്ടാക്കുകയും ചെയ്യുന്നു. അത് ശ്രദ്ധിച്ച അയാളും വീട്ടിൽ നിന്ന് വൈഫാണോ എന്ന് ചോദിക്കേ. അല്ല സാറേ ഫ്രണ്ടാ എന്ന് സുധീഷ് പറയേ. എടുത്തോളൂ എന്ന് അയാൾ. ഏയ് അതല്ല സാറേ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്തെ ഫോൺ എടുക്കാറില്ല എന്ന് സുധീഷ് പറയുന്നവർക്ക് അത് നല്ലതാ എന്ന് അയാളും പറയുന്നുണ്ട്. പിന്നീട് അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലമാവുമ്പോഴേക്കും സുധീഷിനോട് യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങി പോകുമ്പോഴാണ് വീണ്ടും ഗായത്രിയുടെ കോൾ വരുന്നത്. ദേഷ്യത്തോടെ കാറിൽ നിന്ന് മൊബൈലുമായി പുറത്തേക്ക് ഇറങ്ങി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഗായത്രിയും പറയുന്നുണ്ട്. എത്ര സമയമായി ഞാൻ വിളിക്കുന്നു എന്താ എടുക്കാത്തെന്ന്. അത് ഞാൻ ഡ്രൈവിംഗിലായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ അങ്ങനെ ഫോൺ എടുക്കാറില്ല എന്ന് സുധീഷ് പറയേ. ഇപ്പൊ മാത്രമല്ല രാത്രി മുതൽ ഞാൻ വിളിക്കുകയാണല്ലോ എന്ന് അവളും ചോദിക്കുക. അത് ഇന്നലെ രാത്രി കുറച്ച് പണിയുണ്ടായിരുന്നേ എന്ന് സുധീഷ് പറയേ. ഇന്നലെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പോയല്ലോ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി. അവരൊക്കെ എന്നെ എന്തുമാത്രം കളിയാക്കിന്നറിയോ. ഇങ്ങനാണോ ബോയ് ഫ്രണ്ട് എന്ന് എന്താ സുധീഷ് അങ്ങനെ ചെയ്തത് എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. അല്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്നാ. എടോ ഇയാളുടെ ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ വന്നത് ഇയാൾ എന്തിനാ അവരോട് ഞാൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയാൻ നിന്നത് എന്നവനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞത് ഇഷ്ടായില്ലേ എന്നവൾ ചോദിക്കേ. അത് എങ്ങനെ എടോ ഞാൻ എങ്ങനെയാടോ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആവുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. ബിക്കോസ് ഐ ആം ലവ് വിത്ത് യു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കേണ്ടത് എന്ന് ഗായത്രിയുടെ ചോദ്യം കേൾക്കേ ടെൻഷനോട് യോ ചതിച്ചല്ലോ ഭഗവാനെ എന്ന് സുധീഷും മനസ്സിൽ പറയുക. എന്താടോ ഒന്നും മിണ്ടാത്തത് എന്ന് ഗായത്രി വീണ്ടും ചോദിക്കേ. എടോ ഗായത്രി ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നേ. ഇയാൾ നന്നേ ചെറിയ കുട്ടിയാ ഞാൻ ഇയാളെ ഒരു ഫ്രണ്ടായിട്ടാ കണ്ടേക്കുന്നേ
എന്ന് സുധീഷും പറയുക. ഫ്രണ്ടോ? സുധീഷിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് അവളും ചോദിക്കുക. നീ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് കേട്ടോ. നീ ഒരു ചെറിയ കുട്ടിയാ ഗായത്രി. എടോ, ഞാൻ ആരാണെന്ന് അറിയോ? ഒരു കാർ ഡ്രൈവറാ. നീ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. ദേ, ഇതൊന്നും ശരിയാവില്ല കേട്ടോ എന്നവൻ പറയേ. അപ്പൊ എന്നെ ഇഷ്ടമല്ലെന്നാണോ എന്നവളും സങ്കടത്തോടെ ചോദിക്കും. സുധീഷ് മറുപടി പറയാനാവാതെ നിൽക്കുമ്പോഴേക്കും ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ ഇത്രയും നാൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്നെ കാണാൻ കൊള്ളാം, ഞാൻ എന്ത് സീറ്റാന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ ആയത് എന്നവൾ സങ്കടത്തോടെ ചോദിക്കേ. എടോ, താൻ എന്തിനാ ഇപ്പൊ കരയുന്നത്? ഞാൻ അങ്ങനൊന്നും തന്നോട് പെരുമാറിയിട്ടില്ലെന്നേ. താൻ ചിരിച്ച് ഫ്രണ്ട്ലി ആയി സംസാരിച്ചപ്പോ ഞാനും കുറച്ച് ഫ്രണ്ട്ലി ആയി പോയി. ദാറ്റ്സ് ഓൾ. അല്ലാതെ ഞാൻ തന്നെ പ്രേമിക്കാനൊന്നും നിന്നിട്ടില്ല എന്നവൻ പറയുന്നവൾക്ക് കരച്ചിലോടെ സുധീഷ് നോണ പറയാ. സുധീഷിന്റെ അനിയൻ നികേഷിനോട് എനിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാ സംസാരിക്കാൻ തുടങ്ങിയത് എന്നവൾ പറയേ. എടോ, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടല്ല. എനിക്ക് താൻ വെറും ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു എന്നവൻ പറയുന്നുണ്ടെങ്കിലും ഒന്നുമല്ല. ഇപ്പൊ സുധീഷിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതാ കാരണം എന്ന് ഗായത്രിയും കരച്ചിലോടെ പറയുകയാണ്. സുധീഷ് വീണ്ടും അവളെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ട്. അവൾ അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ നിൽക്കുമ്പോഴേക്കും സുധീഷ് ഒടുവിൽ പറയുന്നുണ്ട്. ദേ ഗായത്രി, ഇനി എന്നെ വിളിക്കാൻ നിൽക്കരുതേ. എനിക്ക് പറ്റില്ല, ഞാൻ വിളിക്കും എന്നവൾ തീർത്തു പറയുന്നതുകൾക്ക് കോൾ കട്ട് ചെയ്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.